വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിലാണെങ്കിൽ അവിടെ വിഷ്ണുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് ഭാമയാണെങ്കിൽ രോഹിത്തിനെ പറഞ്ഞു വിടുന്നുണ്ട് സ്കൂളിലേക്ക് കുട്ടികളെ വിളിക്കാനായിട്ട്. തുടർന്നാണെങ്കിൽ രോഹിത്ത് കുട്ടികളെയും വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് വിഷ്ണുവിൻ്റെ ജീപ്പ് ഇങ്ങനെ ഒതുക്കിയിട്ടിരിക്കുന്ന കാണിക്കുന്നുണ്ട്. അന്നേരം അവർ ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് അകത്തെ ജീപ്പിലേക്ക് നോക്കുമ്പോൾ അവിടെ ആരെയും കാണുന്നില്ല. തോന്നി കുട്ടികൾ വിഷ്ണു അച്ചാന്നും അച്ചാന്നും ഒക്കെ അവിടെയൊക്കെ നോക്കി വിളിക്കുന്നുണ്ട്. അന്ന് രോഹിത്തിന് എന്തോ പന്തികേട് പോലെ തോന്നുകയാണ്. രോഹിത്താണെങ്കിൽ ശാലിനിയെ വിളിച്ച് വിവരം പറയുന്നുണ്ട്. അന്നേരം ശാലിനി തിരിച്ചു വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. ശാലിനിയും അനുപല്ലവിയും ഒക്കെ എത്തുന്നുണ്ട് ആ ഒരു സ്ഥലത്ത്. തുടർന്ന് വിഷ്ണുവിനെ വീണ്ടും ഇങ്ങനെ ശാലിനി ഫോൺ ചെയ്യുന്നുണ്ട്, പക്ഷെ കിട്ടുന്നില്ല. അന്നേരം ശാലിനിയാണെങ്കിൽ ആ ഒരു ശിവൻ പറഞ്ഞ കാര്യം ഓർമ്മിക്കുന്നു എന്ന് തോന്നുന്നു. ഉറ്റവർക്ക് ആപത്ത് വരുമ്പോഴേ നിങ്ങളുടെ മനസ്സ് നീറുകയുള്ളൂ, അത് നിങ്ങളിൽ ശിവൻ ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞതിങ്ങനെ ഓർമ്മിക്കുന്നതെന്ന് തോന്നുന്നു. അതിനുശേഷം ശാലിനിയാണെങ്കിൽ വീട്ടിലേക്ക് പോകുന്നില്ല, തിരിച്ച് തൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത്. അന്നേരം അവിടെ തിരികെ വീട്ടിൽ ചെന്നിട്ട് രോഹിത് കുട്ടികളെയും കൊണ്ട് ചെല്ലുന്നുണ്ട്. അന്നേരം രാഘവൻ നായരോട് പറയുന്നുണ്ട് ഇങ്ങനെ വണ്ടി എവിടെ കിടക്കുന്നു എന്നുള്ളത്. അന്നേരം ഭാമയോട് രാഘവൻ നായർ പറയുന്നുണ്ട് വിഷ്ണുവിൻ്റെ ജീപ്പേ അവിടെ ഉപേക്ഷിച്ച നിലയിൽ ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയുമ്പോൾ ഭാമ വീണ്ടും വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. അതിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആകെ ടെൻഷനാവുകയാണ്. ശാരദാമ്മയും പിന്നെ സത്യഭാമയും രാഘവൻ നായരും പിള്ളയും എല്ലാവരും ഒക്കെ. അന്നേരം ആകെ വിഷമിച്ച് അവർ അവിടെ ഇരിക്കുന്ന ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ശാലിനിയെ കാണാനായിട്ട് കമലിനെത്തുന്നുണ്ട്. അന്നേരം ഫോൺ വിളിച്ചിട്ട് സത്യം വിളിച്ചിട്ട് എന്തുകൊണ്ടാണ് ശാലിനി എടുക്കാത്തതെന്ന് ചോദിക്കുന്നുണ്ട്. ആര് വിളിച്ചിട്ടും ശാലിനി എടുക്കുന്നില്ല. അന്നേരം ശാലിനി ആകെ വിഷമത്തോടെ ഇങ്ങനെ കമലിനോട് പറയുന്നുണ്ട്, എന്ത് പറഞ്ഞാണ് ഞാൻ ആ അമ്മയെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരെത്തും പിടിയും കിട്ടാതെ വിഷ്ണുവിനെ എവിടെ അന്വേഷിക്കും, എങ്ങനെ അന്വേഷിക്കും എന്നുള്ള രീതിക്ക് ശാലിനി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഈ ഒരു സീനുകളാണ് കാണിക്കുന്നത്. അതേസമയം അബൂബക്കർ വീണ്ടും അവിടെ ആ ഒരു വിഷ്ണുവിനെ ഇട്ടിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണു അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാണിക്കുന്നില്ല. ഇനി ആ ഡാനിയലും വിഷ്ണുവിനെ അഴിച്ചു വിട്ടിട്ട് പിന്നെ അവർ തങ്ങളിൽ ഏറ്റുമുട്ടിയോ എന്നുള്ളതും കാണിക്കുന്നില്ല. അതോ അല്ലാതെ അവിടെ വിഷ്ണുവിനെ കെട്ടിയിട്ടിരിക്കുന്നതാണോ എന്നുള്ളതാണ്. പക്ഷേ ഇനി ശാലിനിക്ക് സംശയം തോന്നുന്നത് ശിവനെയാണ്. അപ്പോൾ ശിവൻ്റെ നേരെ ശാലിനിയുടെ ആ ഒരു സംശയം വരുമ്പോൾ ഇനി ശിവനും കൂടി ചേർന്നാണോ വിഷ്ണുവിനെ രക്ഷിക്കാനായിട്ട് വരുന്നത്, അങ്ങനെ ഒരു സീനുണ്ടോ എന്നറിയണം. അപ്പോൾ ആ ഒരു ശിവനിലൊരു വിശ്വാസം ശാലിനിക്ക് വിഷ്ണുവിന് ശത്രു അല്ല എന്നുള്ളൊരിത് വരുമായിരിക്കും. എന്താണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നോക്കാം. ഓക്കെ, താങ്ക് യു.